നമസ്കാരം. ഇനി നമുക്ക് നമ്മുടെ ഇൻഡക്ഷൻ ട്രെയിനിങ്ങിന്റെ ഒരു എപ്പിസോഡ് അത് കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഏറ്റവും പ്രചാരത്തിലുള്ള ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വിൽക്കാൻ കഴിയുന്ന സ്റ്റാർ ഹെൽത്തിന്റെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന സ്റ്റാർ ഹെൽത്ത് അഷ്വർ എന്ന പ്ലാനിനെ പറ്റി പഠിക്കാം. ഇതാണ് അതിന്റെ പേര്, സ്റ്റാർ ഹെൽത്ത് അഷ്വർ ഇൻഷുറൻസ് പോളിസി. ആദ്യമായിട്ട് നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നത് ഏത് ആൾക്കാണ് പോളിസിയിൽ ചേരാൻ കഴിയും. രണ്ട് ടൈപ്പിൽ നമുക്ക് ഈ പോളിസി വിൽക്കാം. ഒന്ന്, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വിൽക്കാം, അല്ലെങ്കിൽ ഒരു കുടുംബം എന്നുള്ള രീതിയിൽ വിൽക്കാം. എനിക്ക് തനിച്ച് ഈ പോളിസി എടുക്കാൻ കഴിയും, അതോടൊപ്പം തന്നെ എനിക്കും എൻ്റെ കുടുംബത്തിനും, എൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും ഒന്നിച്ച് ഈ പോളിസിയിൽ ചേരാൻ കഴിയും. അപ്പം ഇൻഡിവിജ്വൽ ആൻഡ് ഫ്ലോട്ടർ. ഫ്ലോട്ടറിനെയാണ് നമ്മൾ ഫാമിലി എന്ന് കണക്കാക്കുന്നത്. അപ്പോ ഏതൊക്കെ വയസ്സിലുള്ളവർക്ക് ഈ പോളിസി ചേരാൻ കഴിയും? അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. അഡൽട്ട് എന്ന രീതിയിൽ 18 വയസ്സ് മുതൽ 75 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് നമുക്ക് ഈ പോളിസി സെൽ ചെയ്യാം. അത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ്. 75 വയസ്സ് വരെയുള്ള ഒരാൾക്ക് നമുക്ക് ഈ പോളിസി കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത്. അതേപോലെ ഡിപ്പെൻഡന്റ് ചിൽഡ്രൻ, അവർക്ക് നമ്മളൊരു 18 വയസ്സ് താഴെയുള്ള കുട്ടികളാണ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നത്. 18 വയസ്സ് ആയവർക്ക് ഈ പ്ലാനിൽ, ഡിപ്പെൻഡന്റ് ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കുട്ടിക്ക് 19 വയസ്സാണ് എങ്കിൽ എനിക്ക് ഈ പോളിസി ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ചേരുമ്പോൾ ആ കുട്ടിയുടെ പ്രായം 18 വയസ്സ് താഴെയായിരിക്കണം, അതായത് പരമാവധി 17 വയസ്സായിരിക്കണം. ചേർന്ന് കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് 25 വയസ്സ് വരെ പോളിസിയിൽ കണ്ടിന്യൂ ചെയ്യാം. ക്ലിയർ ആണല്ലോ? പോളിസിയിൽ ചേരാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 75 വയസ്സ് വരെയാണ്. ഓക്കെ. അതേപോലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കുട്ടിക്കാണ് എടുക്കുന്നതെങ്കിൽ ആ കുട്ടി 91 ദിവസം മുതൽ 17 വയസ്സ് വരെയാണ് ഇതിൽ ചേരാൻ കഴിയുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഫ്ലോട്ടർ സ്ട്രെങ്ത് 2A പ്ലസ് 3C പ്ലസ് 4P. അപ്പൊ എന്താണ് 2A? 2A എന്ന് പറഞ്ഞാൽ 2 അഡൽട്ട്. എന്താണ് അഡൽട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഹസ്ബൻഡ്, വൈഫ് എന്നുള്ളതാണ് 2 അഡൽട്ട്. 3C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ചിൽഡ്രൻ, 3 കുട്ടികൾ, ഡിപ്പെൻഡന്റ് ചൈൽഡ് എന്ന് പറയുന്നത്. 4P എന്ന് പറഞ്ഞാൽ 4 പേരൻസ്. എങ്ങനെയാണ് 4 പേരൻസ് വരുന്നത്? ഹസ്ബൻഡിന്റെ പേരൻസും വൈഫിന്റെ പേരൻസും. അങ്ങനെ ടോട്ടൽ 9 പേരെ നമുക്ക് ഈ സ്റ്റാർ ഹെൽത്ത് അഷ്വർ എന്ന പറഞ്ഞ പ്ലാനിൽ ഉൾപ്പെടുത്താൻ കഴിയും. പിന്നെ പോളിസി ടേം. സാധാരണ നമ്മൾ പറയാറ് ഓരോ വർഷവും ഈ പോളിസി റിന്യൂ ചെയ്തു പോകണം എന്നാണ്. എന്നാൽ അഷ്വറിൽ നമുക്ക് ചേർക്കുമ്പോൾ തന്നെ ഒരാളെ 3 വർഷത്തേക്ക് ഒന്നിച്ച് പ്രീമിയം അടപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ 3 വർഷം ഒന്നിച്ച് അടയ്ക്കുമ്പോൾ കസ്റ്റമർക്ക് അതിൻ്റെതായ ബെനിഫിറ്റുകൾ ലഭ്യമാകും. അത് നമുക്ക് തുടർന്നുള്ള സ്ലൈഡിൽ പറയാം. സം ഇൻഷുർഡ് എത്രയാണ്, അതായത് എത്ര രൂപയ്ക്കാണ് അവർക്ക് പരിരക്ഷ കിട്ടുന്ന? 5 ലക്ഷം മുതൽ 2 കോടി വരെ. പൊതുവെ നമ്മൾ 5 ലക്ഷം പറയുന്നത് കുറവാണ്. 10 ലക്ഷം മുതലാണ് നമ്മൾ ഒരു കസ്റ്റമറോട് സജസ്റ്റ് ചെയ്യുന്നത്. അതെന്താണെന്നുള്ളതും നെക്സ്റ്റ് വരുന്ന സ്ലൈഡിൽ പറയാം. അപ്പോൾ 10 ലക്ഷം മുതൽ 2 കോടി വരെ ഇതിന് സം ഇൻഷുർഡ് പരിരക്ഷയുണ്ട്. പോളിസി ചേരുന്നതിന് മുന്നേ ആയിട്ട് ചേരുന്ന ആളുടെ യാതൊരു രീതിയിലുള്ള മെഡിക്കൽ സ്ക്രീനിങ്, പ്രീ മെഡിക്കൽ സ്ക്രീനിങ്, ഹെൽത്ത് ചെക്കപ്പിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇത് നമുക്ക് ജീവിതാവസാനം വരെ റിന്യൂ ചെയ്ത് കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഈ പോളിസി ലൊക്കേഷൻ ബേസ്ഡ് പ്രൈസിംഗ് ആണ്. അതായത് ഇന്ത്യയെ 3 സോണാക്കി തിരിച്ചു. ആ 3 സോണിൽ ഏറ്റവും താഴെയുള്ള സോൺ സി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ 2 ജില്ലകൾ ഒഴിച്ച് ബാക്കി നമ്മൾ നിൽക്കുന്ന കോഴിക്കോടും കണ്ണൂരും ഒക്കെ സോൺ സിയിലാണ് വരിക. അപ്പൊ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സോൺ സി ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്.
ഒപ്പം കേരളത്തിലെ 2 ജില്ലകൾ എറണാകുളവും തിരുവനന്തപുരവും സോൺ ബിയിലാണ് വരുന്നത്. സോൺ സിയിനേക്കാളും കുറച്ച് പ്രീമിയം അധികമായിരിക്കും സോൺ ബിയിൽ. അപ്പോ ആധാർ കാർഡ് അഡ്രസ്സ്, പോളിസി ഹോൾഡറുടെ ആധാർ കാർഡ് അഡ്രസ്സ്, പ്രപ്പോസറുടെ ആധാർ കാർഡ് അഡ്രസ്സ് എവിടെയാണോ ആ അഡ്രസ്സ് നോക്കിയിട്ടാണ് നമ്മൾ അവർക്ക് പ്രീമിയം പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ മിഡ് ടേം ഇൻക്ലൂഷൻ, 2 കേസിലാണ് ഈ പോളിസിയിലേക്ക് മിഡ് ടേം ഇൻക്ലൂഷൻ വരിക. ഒന്ന്, ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്ത ആള് മാരീഡ് ആവുമ്പോൾ, കല്യാണം കഴിയുമ്പോൾ തന്റെ ജീവിത പങ്കാളിയെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ആ, ആ, വിവാഹിതരായ 2 പേര് കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയെ ഇതിലേക്ക് മിഡ് ടേം ഇൻക്ലൂഷൻ, അതായത് റിന്യൂവൽ വരെ വെയിറ്റ് ചെയ്യേണ്ട ഇടയ്ക്ക് വെച്ച് തന്നെ ഈ 2 പേരെയും ആഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിനെന്താണ്, 45 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇന്റിമേഷൻ കൊടുക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഹോസ്പിറ്റലൈസേഷൻ. എന്താണ് ഹോസ്പിറ്റലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ മിക്ക ചികിത്സകളും ഒരു കിടത്തി ചികിത്സകളായിരിക്കും. ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട കേസായിരിക്കും. അപ്പൊ 24 മണിക്കൂർ കൂടുതൽ സമയം ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കുന്നതിനാണ് നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് 2 രീതിയിലാണ് ക്ലെയിമുകൾ സെറ്റിൽ ചെയ്യുന്നത്. എന്താണ് ക്ലെയിം? പോളിസി എടുത്ത ഒരാൾക്ക് ഏതെങ്കിലും രീതിയിൽ അസുഖങ്ങൾ വരുമ്പോൾ ആ അസുഖവുമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവിടെ വരുന്ന ട്രീറ്റ്മെന്റ് കോസ്റ്റ് നമ്മുടെ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നൽകുന്ന സർവീസിന്, അവർക്ക് ആ ബില്ലുകൾ, അവർക്ക് വരുന്ന സാമ്പത്തികമായ ചെലവുകളെ കൈകാര്യം ചെയ്യുന്നതാണ് നമ്മൾ ക്ലെയിം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്ലെയിം 2 തരത്തിലാണ്. ഒന്ന് ക്യാഷ്ലെസ്, രണ്ടാമത്തത് റീഇംബേഴ്സ്മെന്റ്. കമ്പനിയുമായി നേരത്തെ ധാരണയായ ഹോസ്പിറ്റലുകളെ നമ്മൾ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ എന്ന് വിളിക്കുന്നു. അപ്പൊ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിലേക്ക് ആവാൻ വേണ്ടി കുറച്ച് ക്രൈറ്റീരിയകൾ ഹോസ്പിറ്റലിന്റെ സൈഡിൽ നിന്ന് ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഫുൾഫിൽ ചെയ്ത ഹോസ്പിറ്റലുകളാണ് നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകൾ ലിസ്റ്റിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് ചികിത്സ ലഭിക്കുന്നു. അതായത് പോളിസി ഹോൾഡർ അല്ലെങ്കിൽ ഇൻഷുർഡ് വ്യക്തി യാതൊരു രീതിയിലുള്ള പണവും അവിടെ അടയ്ക്കേണ്ടി വരുന്നില്ല. ആ റീഇംബേഴ്സ്മെന്റ് ചെയ്ത കുറച്ച് കൺസ്യൂമബിളിന്റെ ഒക്കെ ചാർജ് കൊടുക്കുക എന്നല്ലാതെ അവിടെയുള്ള ട്രീറ്റ്മെന്റ് കോസ്റ്റ് ക്യാഷ്ലെസ് ആയിട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനി നെറ്റ്വർക്ക് ഹോസ്പിറ്റലിലല്ല നമ്മുടെ ഇൻഷുർഡ് വ്യക്തി പോകുന്നതെങ്കിൽ അവിടെ ആ വ്യക്തി പണം അടയ്ക്കുകയും പിന്നീട് അതിന്റെ കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡ്സും റിപ്പോർട്ട്സും നമ്മൾ ഓഫീസിൽ എത്തിച്ചു കഴിഞ്ഞ് നമ്മളത് ക്ലെയിം പ്രൊസീജിയറിലൂടെ ക്ലെയിം ചെയ്തുകൊണ്ട് 1 മാസം കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരുന്ന രീതിയാണ്, ആ പണം തിരിച്ച് ഇട്ടുകൊടുക്കുന്ന രീതിയാണ് റീഇംബേഴ്സ്മെന്റ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാഷ്ലെസ് ആണ് ക്ലെയിം എങ്കിൽ അവിടെയുള്ള ഇൻഷുറൻസ് ഡെസ്ക് തന്നെ ആ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. ഇനി അതല്ല, റീഇംബേഴ്സ്മെന്റ് ആണെങ്കിൽ കസ്റ്റമർ നിർബന്ധമായും കസ്റ്റമറോ അഡ്വൈസറോ ഏതെങ്കിലും ഒരാളുടെ സഹായത്തോടെ ക്ലെയിം രജിസ്റ്റർ ചെയ്യണം 24 മണിക്കൂറിനുള്ളിൽ. അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി 24 മണിക്കൂറിനുള്ളിൽ കൃത്യമായി ക്ലെയിം രജിസ്റ്റർ ചെയ്യണം. ഓക്കെ. ഇനി റൂം റെന്റ്, ഹോസ്പിറ്റലൈസേഷന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ് റൂം റെന്റ്. എന്താണ് റൂം റെന്റിൽ നമ്മൾ പോളിസി സം ഇൻഷുർഡിലുള്ള മാറ്റം എന്നാണ് നോക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു 5 ലക്ഷം നമ്മൾ പൊതുവെ സജസ്റ്റ് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ്? 5 ലക്ഷം സം ഇൻഷുർഡ് എടുത്ത ഒരു പോളിസി ഹോൾഡർക്ക് 5000 രൂപയാണ് പെർ ഡേ റൂം റെന്റ് പ്ലസ് നഴ്സിംഗ് ചാർജ് ആയിട്ട് ലഭിക്കുന്നത്. അത് കോഴിക്കോട് മൈത്ര പോലുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു സിംഗിൾ സ്റ്റാൻഡേർഡ് AC റൂം കിട്ടില്ല. അവിടെ ഷെയറിംഗ് റൂമിലേക്ക് മാറേണ്ടി വരും. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്നത് ഒരു സൗകര്യത്തിന് വേണ്ടിയാണ്. ആ സൗകര്യം നമുക്ക് നിർബന്ധമായും റൂമിലും വേണം എന്നാണ് ഓരോ കസ്റ്റമറും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 ലക്ഷം മുതൽ നമ്മൾ പറയുമ്പോൾ ആ 10 ലക്ഷം എടുക്കുന്ന ഒരു പോളിസി ഹോൾഡർക്ക് ലഭിക്കുന്ന സൗകര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്യൂട്ട് റൂമിൽ താഴെയുള്ള ഏത് റൂമും ഉപയോഗിക്കാം. അതായത് ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് AC റൂം അവർക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യം ലഭിക്കുന്നു. 10 ലക്ഷം മുതൽ
25 ലക്ഷം വരെ സ്യൂട്ട് റൂമിൽ താഴെയുള്ള ഏത് റൂമും ഉപയോഗിക്കാം. 50 ലക്ഷത്തിന് മുകളിലേക്ക് എനി റൂം ഫെസിലിറ്റി പോളിസി ഹോൾഡർക്ക് ലഭ്യമാകും. അതുകൊണ്ടാണ് 10 ലക്ഷം മുതലുള്ള സം ഇൻഷ്വേർഡ് നമ്മൾ പറഞ്ഞു ശീലിക്കാൻ വേണ്ടി പറയുന്നു. ഇനി ഇതിന്റെ ഭാഗമായിട്ട്, ഹോസ്പിറ്റലൈസേഷന്റെ ഭാഗമായിട്ട് വരുന്ന മറ്റു കാര്യങ്ങളാണ്. ഇത് ഇത്രയും വിശദമായിട്ട് പറയുമ്പോൾ നമ്മളെ കേൾക്കുന്ന ഒരാൾക്ക് ഈ പോളിസി വാങ്ങണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നു. കാരണം ഇതിൽ പ്രൊഫഷണൽ ഫീ കവർ ചെയ്യുന്നുണ്ട്. പ്രൊഫഷണൽ ഫീ സർജന്റെ ഫീസ്, കൺസൾട്ടന്റ് ഡോക്ടറുടെ ഫീസ്, അനസ്തേഷ്യന്റെ ഫീസ്, സ്പെഷ്യലിസ്റ്റ് ആയ എന്തെങ്കിലും സർവീസുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഫീസ്, മെഡിക്കൽ സർവീസിന്റെ ഭാഗമായിട്ട് നമുക്ക് ബ്ലഡോ ഓക്സിജനോ വാങ്ങണമെങ്കിൽ അതിന്റെ എമൗണ്ട് നമുക്ക് ലഭിക്കുന്നു. അനസ്തേഷ്യ ചെയ്യണമെങ്കിൽ അതിന്റെ ചാർജ് ലഭിക്കുന്നു. ഓപ്പറേഷൻ തിയേറ്റർ ചാർജ് ഇതിൽ കവർ ചെയ്യുന്നു. ICUവിന്റെ റൂം റെന്റ് ഇതിൽ കവർ ചെയ്യുന്നു. അതേപോലെ തന്നെ മെഡിസിൻസ് കവർ ചെയ്യുന്നു. ലാബ് ടെസ്റ്റുകൾ കവർ ചെയ്യുന്നു. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഈ ഒരു ഇൻഷുർഡ് വ്യക്തി നേരിടേണ്ട എല്ലാ മെഡിക്കൽ എക്സ്പെൻസുകളും ഇതിൽ കവർ ആവുന്നു. പിന്നീട് വരുന്നത് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ആണ്. അതായത് ഒരു ഇൻഷുർഡ് വ്യക്തി അഡ്മിറ്റ് ആയി, ഇനി അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ ആൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കൺസൾട്ടേഷൻ ഒക്കെ വേണ്ടി വന്നിട്ട്, കുറെ ടെസ്റ്റുകൾ വേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അത് 60 ദിവസം മുന്നേ വരെയുള്ളത്, അഡ്മിറ്റ് ആവുന്നതിന് 60 ദിവസം മുന്നേ വരെയുള്ള ഇതുപോലുള്ള ട്രീറ്റ്മെന്റുകൾ നമുക്ക് കവർ ആവും. അത് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഡിസ്ചാർജ് ആയതിനു ശേഷമുള്ള ഫോളോ അപ്പ് മെഡിസിൻസ് 180 ദിവസം വരെ നമുക്ക് ലഭ്യമാകുന്നു. 180 ദിവസം വരെയുള്ള ഫോളോ അപ്പ് മെഡിസിൻസ് നമുക്ക് ലഭ്യമാകുന്നു. അതിനെയാണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി എല്ലാ കേസിലും നമുക്ക് അഡ്മിഷൻ നിർബന്ധമില്ല. ഡേ കെയർ പ്രൊസീജിയർ ആയിട്ട് ചെയ്യുന്ന ചികിത്സകൾക്കും നമുക്ക് ക്ലെയിം ലഭ്യമാകും. എന്തൊക്കെയാണ് ഡേ കെയർ പ്രൊസീജിയർ? ഇപ്പം വലിയ ചികിത്സകളായ കീമോ, ഡയാലിസിസ്, പിന്നെ കാറ്ററാക്ട് സർജറി, ഇതൊക്കെ എന്താണ് ഡേ കെയർ പ്രൊസീജിയറിൽ വരുന്നതാണ്. ഡേ കെയർ പ്രൊസീജിയർ എന്നുള്ളത് 500 ലിസ്റ്റുകളുണ്ട്. അത് ഹോസ്പിറ്റലുകളാണ് അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ലോക്കൽ അനസ്തേഷ്യ കൊടുത്തുകൊണ്ട് 4-5 മണിക്കൂറുകൾ കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന, അഡ്മിഷൻ ആവശ്യമില്ലാതെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡേ കെയർ പ്രൊസീജിയറുകളും നമുക്ക് ക്ലെയിം ലഭ്യമാകും. പിന്നെ അഷ്യൂറിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, പോളിസി എടുത്ത് 1 മാസം കഴിഞ്ഞാൽ തന്നെ പോളിസിയിലുള്ളവർക്ക് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ കഴിയുന്നു. അത് ഓരോ വ്യക്തിക്കും ഇത്ര എമൗണ്ട് എന്നല്ല, ഒരു പോളിസിക്ക് ഇത്ര എമൗണ്ട്. ഒരു ഫ്ലോട്ടർ പോളിസിയാണ് അവരെടുത്തത്, 10 ലക്ഷം രൂപയാണ് സം ഇൻഷുർഡ് എങ്കിൽ അവർക്ക് 5000 രൂപ ലഭിക്കുന്നു. ആ പോളിസിക്ക് 5000 രൂപ ലഭിക്കുന്നു. ആ 5000 രൂപ ഒരാൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 പേർ ചേർന്നും യൂസ് ചെയ്യാം. അപ്പോ ഒരു വ്യക്തി എന്നതില്ല, ഒരു പോളിസിക്ക് 5000 രൂപ. അങ്ങനെ ഇൻഡിവിജ്വലിൻ്റെതും ഫ്ലോട്ടറിന്റെയും റേറ്റുകൾ നമുക്ക് ഈ ചാർട്ടിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ. പിന്നെ റോഡ് ആംബുലൻസ് സൗകര്യവും എയർ ആംബുലൻസ് സൗകര്യവും നമുക്ക് ലഭ്യമാണ്. റോഡ് ആംബുലൻസ് എത്രയാണോ യഥാർത്ഥത്തിലായത് അത് ലഭിക്കുന്നു. എയർ ആംബുലൻസ് എന്നുള്ളത് അപ് ടു 10% ഓഫ് സം ഇൻഷ്വേർഡ് എന്നുള്ളതാണ്. അതിനൊരു ലിമിറ്റ് ഉണ്ട്. എയർ ആംബുലൻസ് വളരെ റെയർ ആണ്. ഹോം കെയർ ട്രീറ്റ്മെന്റ്, ഡൊമിസിലറി ട്രീറ്റ്മെന്റ് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നമ്മൾക്ക് പൊതുവെ ആവശ്യം വരാത്ത ഒരു കേസാണ്. ഇപ്പൊ ഡൊമിസിലറി ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന ചുറ്റുവട്ടത്ത് 25 കിലോമീറ്റർ ചുറ്റളവിൽ ഹോസ്പിറ്റലുകളിൽ ബെഡ് ലഭ്യമാവാത്ത സിറ്റുവേഷൻ വരുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ പേഷ്യന്റിനെ വീട്ടിൽ ചികിത്സിക്കാം. ആൾക്ക് പോളിസി ഉണ്ടെങ്കിൽ അതിന്റെ എക്സ്പെൻസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അതാണ്. പിന്നെ മോഡേൺ ട്രീറ്റ്മെന്റ് അഷ്വറിലെ ഏറ്റവും ഹൈലൈറ്റ് ആയ ഒരു സെല്ലിംഗ് ആണ്. മോഡേൺ ട്രീറ്റ്മെന്റ് കവറേജ് ലഭിക്കുന്നു. ഏകദേശം 11ഓളം ട്രീറ്റ്മെന്റുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇന്ന് ഏറ്റവും പ്രചാരത്തിലുള്ള റോബോട്ടിക് സർജറി ഒക്കെ മോഡേൺ ട്രീറ്റ്മെന്റിൽ വരുന്നതാണ്. നേരത്തെ ഓപ്പൺ സർജറികളും ലാപ്രോസ്കോപ്പിക് സർജറികളും ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഇനി റോബോട്ടിക് സർജറിയുടെ നമ്മുടെ മോഡേൺ ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും വലിയ ഒരു യുഗത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കാലാനുസൃതമായ മാറ്റമാണ് നമ്മുടെ പോളിസിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കസ്റ്റമർക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായ
ഒരു കാര്യമാണ് മോഡേൺ ട്രീറ്റ്മെന്റ് കവറേജ്. അത് നമ്മുടെ അഷ്യൂറിൽ അപ് ടു സം ഇൻഷുർഡ് വരെ കവർ ചെയ്യും. പിന്നെ ഓർഗൻ ഡോണർ എക്സ്പെൻസ്, അതായത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അവയവം ദാനം ചെയ്യുന്ന ആള്, സ്വീകരിക്കുന്ന ആൾക്ക് പോളിസി ഉണ്ട്, എന്നാൽ ദാനം ചെയ്യുന്ന ആൾക്ക് പോളിസി ഇല്ലെങ്കിൽ ആ സ്വീകരിക്കുന്ന ആളുടെ പോളിസിയിൽ നിന്ന് തന്നെ ഡോണറുടെ സർജറിയും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാനുള്ള നമ്മുടെ സം ഇൻഷ്വേർഡ് എത്രയാണോ അതിനനുസരിച്ചുള്ള കവറേജ് അവർക്ക് ലഭിക്കുന്നു. പിന്നെ ക്രോണിക് സിവിയർ റിഫ്രാക്ടറി ആസ്മയ്ക്ക് ഉള്ള കവറേജ് ഉണ്ട്. ആയുഷ് ട്രീറ്റ്മെന്റ്, അതായത് ആയുർവേദം, യുനാനി, സിദ്ധ, ഹോമിയോ, ഈ ട്രീറ്റ്മെന്റുകൾക്കും നമുക്ക് കവറേജ് ലഭിക്കുന്നു അപ് ടു സം ഇൻഷുർഡ്. 10 ലക്ഷം എടുത്ത ഒരാൾക്ക് 10 ലക്ഷം വരെ ലഭിക്കുന്നു. എങ്ങനെയുള്ള സുഖചികിത്സയ്ക്ക് ആയുർവേദത്തിൽ ക്ലെയിം കിട്ടില്ല. അതേപോലെ തന്നെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഹോസ്പിറ്റൽ, ആയുഷ് സർട്ടിഫൈഡ് ഹോസ്പിറ്റലുകളിലാണ് ഈ ക്ലെയിം നമുക്ക് ലഭ്യമാകുക. ആയുർവേദത്തിന്റെ കാര്യം നമുക്ക് പ്രായമായവരോട് പറഞ്ഞുകൊണ്ട് അവർക്ക് പോളിസി വാങ്ങിപ്പിക്കാൻ കഴിയുന്ന ഒരു പോയിന്റാണ്. പിന്നെ കമ്പാഷനേറ്റ് ട്രാവൽ, അതൊരു 10,000 വരെ ഒരു ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാനുള്ള ഒരാൾക്ക് ആ പേഷ്യന്റെ അടുത്തേക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. ഇത് 10,000 വരെ നമുക്ക് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് ലഭിക്കും, ഫ്ലൈറ്റ് ചാർജ് എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ ബോഡി എന്തെങ്കിലും രീതിയിൽ കൊണ്ടുവരണം, അങ്ങനെ ഒരു ഷിഫ്റ്റ് ചെയ്യണം എങ്കിൽ അതിനൊരു 15,000 എമൗണ്ട് നമ്മുടെ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. പിന്നെ അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ സിസ്റ്റം, അല്ലെ, വന്ധ്യതാ ചികിത്സ, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിനും നമ്മുടെ പോളിസിയിൽ, അഷ്യൂർ പോളിസിയിൽ കവറേജ് ഉണ്ട്. അതിന് ലിമിറ്റ് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ 5 ലക്ഷം എന്നുള്ള പോളിസി നമ്മൾ പറയുന്നില്ല. ഇൻ കേസ് അത് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് 1 ലക്ഷം രൂപയാണ് ഒരു പോളിസി ഇയറിൽ ലഭ്യമാകുക. 10 ലക്ഷം മുതൽ 25 ലക്ഷം വരെയുള്ള സം ഇൻഷ്യൂർഡിന് 2 ലക്ഷമാണ് ഒരു പോളിസി ഇയറിൽ ലഭ്യമാകുക. 50 ലക്ഷത്തിന് മുകളിലേക്ക് 2 കോടി വരെ 4 ലക്ഷം രൂപ ലഭ്യമാകുന്നു. ഇൻ യൂട്രോഫിറ്റൽ സർജറി എന്നുള്ള ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും രീതിയിലുള്ള ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ അതിന്റെ എക്സ്പെൻസ്, അതിന്റെ ക്ലെയിമും നമുക്ക് ലഭ്യമാകുന്നതാണ്. ഡെലിവറി എക്സ്പെൻസ്, അല്ലെ, ഒരു യങ് കപ്പിൾ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഏറെ ഉത്സാഹത്തോടെ നോക്കുന്ന ഒരു കാര്യമായിരിക്കും ഡെലിവറി എക്സ്പെൻസ് കവർ ചെയ്യുന്നുണ്ടോ. ഡെലിവറി എക്സ്പെൻസ് കവർ ചെയ്യുന്നുണ്ട്. 10 ലക്ഷത്തിന്റെ പോളിസി എടുത്ത ഒരാൾക്ക് 1 ലക്ഷം രൂപ, അതായത് അപ് ടു 10% അവരുടെ എത്രയാണോ സം ഇൻഷ്യൂർഡ് അവരുടെ 10% നമുക്ക് പോളിസിയിൽ കവർ ആവുന്നു. ഇതിന് പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. പോളിസി എടുത്ത് 2 പേരും 2 ഇയർ വെയിറ്റിംഗ് പീരീഡ് കഴിയണം. 2 ഇയർ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞാലാണ് നമ്മുടെ ഡെലിവറി കവറേജ് കിട്ടുന്നത്. അത് നമുക്കൊരു നല്ലൊരു സെല്ലിംഗ് പോയിന്റ് ആണ്. കാരണം ഒരു 35 വയസ്സ് താഴെയുള്ള ഒരു കപ്പിൾസിന് 10 ലക്ഷത്തിന് സോൺ സിയിലുള്ള ഒരാളാണെങ്കിൽ അവർക്ക് 16,000 രൂപയെ വരുന്നുള്ളൂ. അപ്പൊ ആ രൂപ അടച്ചുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു ക്ലെയിം ലഭ്യമാകുക എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ വരെ ഡെലിവറി കവറേജ് കിട്ടുന്നത് വലിയ കാര്യമാണ്. അപ്പൊ അത് നിർബന്ധമായിട്ടും നമ്മൾ പറയാം. പിന്നെ കവറേജ് ടു ന്യൂ ബോൺ ബേബി പോളിസി എടുത്ത് ഉള്ള ഒരു പോളിസി ഹോൾഡർക്ക് ഒരു വർഷത്തെ അറ്റ്ലീസ്റ്റ് അമ്മ 1 വർഷം കഴിയണം, അല്ലെങ്കിൽ അമ്മയെങ്കിലും 1 വർഷത്തെ സീനിയോറിറ്റി പോളിസിയിൽ ഉണ്ടെങ്കിൽ ന്യൂ ബോൺ ബേബി കവറേജ് കിട്ടുന്നു. 5 മുതൽ 25 ലക്ഷം വരെ 2 ലക്ഷം രൂപയാണ്. 50-ന് മുകളിലേക്ക് 4 ലക്ഷം രൂപ ലഭിക്കുന്നു. പിന്നെ സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ, നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടർ ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞു, പക്ഷെ നമുക്ക് ഇതിന്റെ ഒരു മറുവശം അറിയണം, ഇതിന് വേറെ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ കൂടെ എടുക്കണം, ഒരു സജഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഈ പോളിസിയിലുള്ളവർക്ക്, അഷ്യൂർ പോളിസിയിലുള്ളവർക്ക് ഉണ്ട്. പിന്നെ കോ പേയ്മെന്റ്, അതായത് 61 വയസ്സ് മുതൽ പോളിസിയിൽ ചേരുന്ന ആൾക്ക് 10% കോ പേയ്മെന്റ് ഉണ്ട്. എന്താണ് കോ പേയ്മെന്റ്? ഒരു ആൾക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു, ആൾക്ക് ഒരു 10,000 രൂപയുടെ ക്ലെയിം സെറ്റിലായി. നമ്മുടെ കമ്പനി ഹോസ്പിറ്റലുമായിട്ട് അത് അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്ത് 10,000 രൂപ ആൾക്ക് ക്ലെയിം സെറ്റിലായി. ഈ ആള് 62 വയസ്സിലാണ് പോളിസി എടുക്കുന്നത് എങ്കിൽ അവർക്ക് ആ 10,000 രൂപ മുഴുവനും
കമ്പനി കൊടുക്കില്ല. 10% കോ പേയ്മെന്റ് ഉണ്ട്. അപ്പോൾ ആൾക്ക് 9,000 രൂപയാണ് കമ്പനി കൊടുക്കുക. 1,000 രൂപ അവരടക്കണം. 10,000ത്തിന്റെ 10% 1,000 രൂപ പോളിസി ഹോൾഡർ അടക്കണം. എന്തുകൊണ്ടാണ്? അവര് 61 വയസ്സ് മുതലാണ് പോളിസിയിൽ ചേർന്നത്. 61 years ആൻഡ് എബോവ്. അതാണ് കണ്ടീഷൻ. 60 വയസ്സിൽ അല്ലെങ്കിൽ 58 വയസ്സിൽ ചേർന്ന ഒരാൾക്ക് ഈ കോ പേയ്മെന്റ് വരില്ല. അവരുടെ പോളിസിയിൽ ചേരുമ്പോൾ അവരുടെ പ്രായം ഏതായിരുന്നു എന്ന് നോക്കിയിട്ടാണ് കോ പേയ്മെന്റ് നിശ്ചയിക്കുന്നത്. പിന്നെ ക്യുമുലേറ്റീവ് ബോണസ്, അതായത് ഒരു വർഷം ക്ലെയിം ഒന്നും വരാത്ത ഒരു കസ്റ്റമർക്ക് 25% ബോണസ് ലഭിക്കുന്നു. ഈ വർഷം പോളിസി എടുത്ത് റിന്യൂവൽ വരെ അദ്ദേഹത്തിന് ക്ലെയിം ഒന്നും വന്നില്ല എങ്കിൽ ആളുടെ കവറേജ് എമൗണ്ട് കൂടുന്നു. 10 ലക്ഷം എടുത്ത ഒരാൾക്ക് 25% ബോണസ് കിട്ടുമ്പോൾ 12 ലക്ഷമായിട്ട് മാറുന്നു. എന്നാൽ ആ കസ്റ്റമർ അല്ലെങ്കിൽ ആ പോളിസി ഹോൾഡർ 10 ലക്ഷം രൂപയുടെ പ്രീമിയം അടച്ചാൽ മതി. അങ്ങനെ തുടർച്ചയായി 4 വർഷം അദ്ദേഹത്തിന് ക്ലെയിം ഒന്നും വന്നിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കവറേജ് 10 എന്നുള്ളത് 20 ലക്ഷമായിട്ട് മാറുന്നു. പരമാവധി ഡബിൾ ആണ് ആവുക. അത് 20 ലക്ഷത്തിന് മുകളിലേക്ക് ഒരിക്കലും പോവില്ല. 10 ലക്ഷത്തിന്റെ പോളിസിയാണ്. തുടർച്ചയായി ക്ലെയിം ഒന്നും വന്നില്ലെങ്കിൽ പരമാവധി കിട്ടുന്ന കവറേജ് 20 ലക്ഷമാണ്. 10 ലക്ഷത്തിന്റെ പ്രീമിയം മാത്രം അടച്ചാൽ മതി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ. എന്താണ് ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ? അൺലിമിറ്റഡ് ആയിട്ട് ആള് എടുത്ത സം ഇൻഷ്യൂർഡ് ഇവർക്ക് ലഭ്യമാകുന്നു. അതായത് ഒരു അക്ഷയപാത്രം എന്ന ഒരു കൺസെപ്റ്റ്. എന്താണ് അക്ഷയപാത്രം? എടുക്കും തോറും നിറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ 10 ലക്ഷത്തിന്റെ പോളിസി എടുത്ത ഒരാൾക്ക് ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വന്നു, 8 ലക്ഷം രൂപ ചെലവായി. അങ്ങനെയാണെങ്കിൽ ആ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി വീട്ടിലെത്തുമ്പോഴേക്ക് ഈ ഉപയോഗിച്ച 8 ലക്ഷം തിരിച്ചു കയറുന്നു. അതായത് എത്രയാണോ സം ഇൻഷ്യൂർഡ്, ആ സം ഇൻഷ്യൂർഡ് എപ്പോഴും അവർക്ക് അവൈലബിൾ ആയിരിക്കും. അതായത് മൾട്ടിപ്പിൾ ക്ലെയിമുകൾ ചെയ്യാൻ പറ്റും. അപ്പൊ 10 ലക്ഷം ഇൻഷുർ ചെയ്ത ഒരാള് യഥാർത്ഥത്തിൽ 10 ലക്ഷം അല്ല ചെയ്യുന്നത്, 10 ലക്ഷം ഇൻറ്റു മൾട്ടിപ്പിൾ ടൈം ക്ലെയിം ആണ് അത്. പിന്നെ ലോങ് ടേം ഡിസ്കൗണ്ട്. നേരത്തെ പറഞ്ഞു 3 വർഷത്തെ പോളിസി എടുക്കുമ്പോൾ എന്താണ് പോളിസി ഹോൾഡർക്ക് ലഭ്യമാകുന്നത്? രണ്ടാമത്തെയും മൂന്നാമത്തെയും വർഷത്തെ പ്രീമിയത്തിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. അതേപോലെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിനുള്ള വെയിറ്റിംഗ് പീരീഡ് നോർമലി 3 വർഷമാണ്. 3 വർഷത്തെ പോളിസി ഒന്നിച്ചെടുക്കുന്ന ആൾക്ക് 2.5 വർഷമായിരിക്കും വെയിറ്റിംഗ് പീരീഡ്. അപ്പോൾ ഇതാണ് ഇതിലുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഡിഡക്റ്റബിൾ ഓപ്ഷൻ വെച്ച് ചെയ്യാനുള്ളതുണ്ട്. അത് 50,000വും 1 ലക്ഷവും രൂപയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് ലഭ്യമാകും. 45%, 55% വരെ ഡിസ്കൗണ്ട് ലഭ്യമാകും. ഈ ഡിഡക്റ്റബിൾ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ആദ്യത്തെ 50,000 രൂപയ്ക്ക് അവർക്ക് ക്ലെയിം ലഭ്യമാകില്ല. അതിന് മുകളിലേക്കാണ് നമ്മുടെ പോളിസി ഓൺ ആവുക. അതായത് 50,000ത്തിന് മുകളിലേക്ക് വരുന്ന ചികിത്സാ ചെലവിനാണ് നമ്മുടെ പോളിസി ഉപയോഗിക്കാൻ കഴിയുക. വളരെ ഏറ്റവും ഒരുപാട് പ്രത്യേകതയുള്ള, ഒരുപാട് നല്ല രീതിയിൽ നമുക്ക് വിൽക്കാൻ കഴിയുന്ന, ആത്മവിശ്വാസത്തോടെ വിൽക്കാൻ കഴിയുന്ന ഒരു പോളിസിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഒന്ന് ആവർത്തിച്ച് കേട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കണം. പിന്നെ ഇതൊരു നീന്തൽ പഠിക്കുന്ന പോലെയാണ്. നമ്മൾ ചെയ്താണ് ഇത് പഠിക്കാൻ കഴിയുക. നമ്മൾ ഇതിങ്ങനെ എഴുതി വെച്ചത് കൊണ്ട് പൂർണ്ണമായിട്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഒരാളോട് പറയുമ്പോഴാണ് നമ്മൾ അതിന്റെ കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുക, കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പ്രസന്റ് ചെയ്യുക, സംശയങ്ങൾ ചോദിക്കുക, നമുക്ക് ഒന്നിച്ച് മുന്നേറാം. ഓക്കെ, താങ്ക് യു.